ജൂൺ മാസം അടുത്തെത്തി കഴിഞ്ഞു. കേരളത്തിലെ ഓരോ വീട്ടിലും ഇപ്പോൾ തിരക്കിട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. പുതിയ ബാഗുകൾ, തിളങ്ങുന്ന സ്റ്റീൽ ബോട്ടിലുകൾ, കട്ടിക്കവറുള്ള നോട്ട്ബുക്കുകൾ, അങ്ങനെ ലിസ്റ്റ് നീളുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സെല്ലോ എന്ന ബ്രാൻഡിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ എങ്ങനെയാണ് നമ്മുടെ ഡൈനിങ് ടേബിളിലും പഠനമുറിയിലും ഇടം പിടിച്ചതെന്ന് കണ്ടിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത, പക്ഷെ നമ്മുടെ കുട്ടികളുടെ ബാഗിലും നമ്മുടെ ഓഫീസിലും ഒരു നിഴൽ പോലെ കൂടെയുള്ള മറ്റൊരു വമ്പൻ കമ്പനിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. സ്കൂൾ തുറക്കാൻ നേരത്ത് നമ്മൾ കടയിൽ പോയി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആ കമ്പനിയുടെ പേന വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല, എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ മാതാപിതാക്കളുടെ കുട്ടിക്കാലത്ത് പോലും ഈ കമ്പനിയുടെ പേന വാങ്ങിയിട്ടുണ്ടാകും. പേന മാത്രമല്ല, അറിയാതെ ദാഹം മാറ്റാൻ ഒരു സ്റ്റീൽ ബോട്ടിൽ നോക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ബ്രാൻഡ് തിരഞ്ഞെടുക്കാറുണ്ട്. ലോകം എത്രയധികം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയിട്ടും ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും നമ്മുടെ മേശപ്പുറം കീഴടക്കിയിട്ടും ഒരൊറ്റ സ്പർശം കൊണ്ട് ഇന്നും നമ്മെ പണ്ടത്തെ ആ സ്കൂൾ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന്. ഡിജിറ്റൽ വിപ്ലവം വന്നിട്ടും അതിന്റെ പ്രസക്തി ഒട്ടും കുറയാതെ ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും പോക്കറ്റിലും ബാഗിലും ഒളിഞ്ഞിരിക്കുന്ന ആ ബ്രാൻഡ് മറ്റാരുമല്ല, ഫ്ലെയർ റൈറ്റിംഗ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇന്ന് നമുക്ക് ഈ കമ്പനിയുടെ സാധ്യതകൾ എന്ന് വിലയിരുത്താം. ഈ കമ്പനിക്ക് കുറച്ചധികം സവിശേഷതകളുണ്ട്. കുറഞ്ഞ PE റേഷ്യോ ആണ്, ഓഹരി വില 500 രൂപയിൽ താഴെയാണ്, കടമില്ല, ROE ROC ഒക്കെ നന്നായി തുടരുന്നുണ്ട്, 78% എന്ന ശക്തമായ പ്രൊമോട്ടർ ഹോൾഡിംഗ്സും ഉണ്ട്. പക്ഷെ മറുവശത്ത് ഈ ഓഹരി വാങ്ങിയവർക്കറിയാം, ലിസ്റ്റിംഗ് സമയത്ത് 503 രൂപയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. 2023 കമ്പനി IPOയുമായി എത്തിയപ്പോൾ 66% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇത്രയും നല്ല ഫണ്ടമെന്റൽസ് ഉണ്ടായിട്ടും എന്തായിരിക്കാം ഓഹരി വില പിടിച്ചൊലിച്ചത്? കമ്പനിക്ക് ഇനി ഒരു കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഫ്ലെയർ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കമ്പനിയല്ല. ഏകദേശം 5 പതിറ്റാണ്ടിലേറെയുള്ള, അതായത് 50 വർഷത്തോളമുള്ള വലിയൊരു പാരമ്പര്യം അവർക്കുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പേന ബ്രാൻഡുകളിൽ ഒന്നായി അവർ മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ വിപണിയിൽ അത്രത്തോളം ആധിപത്യം അവർക്കുണ്ട്. പക്ഷെ അവർ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്ന് കരുതരുത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 115ലധികം രാജ്യങ്ങളിലേക്ക് അവർ ഇന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഇൻഡസ്ട്രി എടുത്താൽ അതിലെ ഏറ്റവും കരുത്തരായ 3 കമ്പനികളിലൊന്ന് നമ്മുടെ ഈ ഫ്ലെയർ ആണ്. ഫ്ലെയറിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ വെറും പേനകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നതാണ്. കാലത്തിനനുസരിച്ച് ബിസിനസിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. 2021 അവർ ക്രിയേറ്റീവ് സെഗ്മെന്റ് എന്ന പുതിയൊരു മേഖലയിലേക്ക് കടന്നത് ഇതിനൊരു ഉദാഹരണമാണ്. വെറും പേനകൾക്ക് പകരം കുട്ടികൾക്കും ആർട്ടിസ്റ്റുകൾക്കും വേണ്ട സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ നിര തന്നെ അവർ വിപണിയിലെത്തിച്ചു. അത് അവിടെയും തീർന്നില്ല. 2023 നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് സ്റ്റീൽ ബോട്ടിലുകളും ഹൗസ് വെയർ ഉൽപ്പന്നങ്ങളും അവർ പുറത്തിറക്കി. BIS മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഗുണമേന്മയുള്ള ഈ ഉൽപ്പന്നങ്ങളിലൂടെ വെറും സ്റ്റേഷനറി കമ്പനി എന്നതിലുപരി നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡായി ഫ്ലെയർ മാറിക്കഴിഞ്ഞു. വരുമാനം വർദ്ധിപ്പിക്കാൻ അവർ കണ്ടെത്തിയ ഈ പുതിയ വഴികൾ കമ്പനിയുടെ വളർച്ചയിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഫ്ലെയറിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരേ ഉൽപ്പന്നം എന്ന രീതിയല്ല അവർ പിന്തുടരുന്നത്. ഓരോരുത്തരുടെയും അഭിരുചിക്കും പോക്കറ്റിനും അനുസരിച്ചുള്ള മൾട്ടി ബ്രാൻഡ് സ്ട്രാറ്റജിയാണ് അവരുടെ വിജയം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്ലെയർ മുതൽ പ്രീമിയം ലുക്കുള്ള പേറി കാർഡിൻ, അത്യാധുനികമായ ഹോസർ, സൂക്സ് എന്നിങ്ങനെ വലിയൊരു ബ്രാൻഡ് നിര തന്നെ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇന്നോവേഷന്റെ കാര്യത്തിലും അവർ ഒട്ടും പിന്നിലല്ല. ഏകദേശം 380ലധികം ഡിസൈനുകളും ട്രേഡ് മാർക്കുകളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 5 രൂപയുടെ പേന മുതൽ ലക്ഷറി പേനകൾ വരെ അവരുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വിദ്യാർത്ഥി മുതൽ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് വരെ ഫ്ലെയറിന്റെ കസ്റ്റമർ ലിസ്റ്റിലുണ്ടെന്നതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എത്ര നല്ലതാണെങ്കിലും അത് ഉപഭോക്താവിന്റെ കയ്യിൽ കൃത്യസമയത്ത് എത്തിയാൽ മാത്രമേ ബിസിനസ് വിജയിക്കൂ. ഇവിടെയാണ് ഫ്ലെയർ തങ്ങളുടെ യഥാർത്ഥ കരുത്ത് കാണിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വിതരണ ശൃംഖലകളിൽ ഒന്നാണ് ഇവരുടേത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ ഉടനീളമായി 166 സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളും 8000ലധികം ഡിസ്ട്രിബ്യൂട്ടർമാരും ഇവർക്കുണ്ട്. ഇതിലൂടെ ഏകദേശം 3,30,000ലധികം കടകളിലാണ് ഫ്ലെയറിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തെ 6500ലധികം പിൻകോഡുകളിൽ ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുമ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഏത് മുക്കിലും മൂലയിലും ഫ്ലെയറിന്റെ ഒരു പേനയെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പടുകൂറ്റൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഫ്ലെയറിന്റെ നട്ടെല്ല്. ഈ ശൃംഖല ഉപയോഗപ്പെടുത്തിയാണ് അവർ പേനകൾക്ക് പുറമെ തങ്ങളുടെ പുതിയ ബ്രാൻഡുകളും ഹൗസ് വെയർ ഉൽപ്പന്നങ്ങളും ഓരോ സാധാരണക്കാരിലേക്കും എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കാം.
നിലവിലെ അവർ വലിയ പ്ലാനുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണ പേനകളിൽ നിന്ന് മാറി പെൻസിലുകളുടെയും മറ്റ് സ്റ്റേഷനറി സാധനങ്ങളുടെയും ലോകം കീഴടക്കാൻ അവർ സൂററ്റിൽ പുതിയൊരു ഫാക്ടറി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അവർ സ്വന്തമായി വുഡൻ പെൻസിലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആഗോളതലത്തിൽ വലിയ പേരുള്ള മേപ്പഡ് എന്ന കമ്പനിയുമായി കൈകോർത്തിരിക്കുകയാണ്. ഇതിലൂടെ വിദേശ നിലവാരമുള്ള സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനും ഫ്ലെയറിന് സാധിക്കും. ചുരുക്കത്തിൽ വരും വർഷങ്ങളിൽ സ്കൂൾ കിറ്റുകളിലെ എല്ലാ സാധനങ്ങളിലും ഫ്ലെയറിന്റെ ഒരു ടച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ഫ്ലെയർ ഒരു ക്ലീൻ ആൻഡ് ഗ്രീൻ കമ്പനിയാണ്. വരുമാനവും ലാഭവും കൂടുന്നുണ്ട്, അതേസമയം കടം കുറയുന്നുമുണ്ട്. വെറും 4 വർഷം കൊണ്ട്, അതായത് FY22 577 കോടി രൂപയായിരുന്ന ഇവരുടെ വരുമാനം ഇന്ന് 1250 കോടി രൂപ കടന്നിരിക്കുകയാണ്. 21% വാർഷിക വളർച്ച എന്നത് ഈ മേഖലയിൽ ഒരു ചെറിയ കാര്യമല്ല. വെറുതെ ഒരു സാധനം വിൽക്കുക മാത്രമല്ല, പ്രവർത്തന ലാഭത്തിലും 23% വളർച്ചയോടെ 224 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇതിലൊക്കെ ഉപരിയായി 141 കോടി രൂപ ലാഭമുണ്ടാക്കിയ കമ്പനി തങ്ങളുടെ ലാഭവിഹിതം 11% മുകളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. സത്യത്തിൽ പേന പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിക്ക് ഇത്രയും നല്ലൊരു മാർജിൻ നിലനിർത്താൻ കഴിയുന്നത് അവരുടെ ബിസിനസ് മിടുക്കാണ്. ഇനി നിങ്ങൾ അവരുടെ കാര്യക്ഷമത നോക്കിയാൽ ചെറിയൊരു കുറവ് കണ്ടേക്കാം. പക്ഷെ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. IPO വഴി കിട്ടിയ 346 കോടി രൂപ ഇപ്പോൾ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് തൽക്കാലം ഈ റേഷ്യോ താഴ്ന്നു നിൽക്കുന്നത്. ഈ പണം പുതിയ ഫാക്ടറികൾക്കും മെഷീനുകൾക്കുമായി അവർ ചെലവഴിച്ചു കഴിഞ്ഞു. അതിന്റെ ഗുണം വരും വർഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിനും മുകളിലായി ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഫ്ലെയർ ഇന്ന് ഏകദേശം ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. 0.41 ആയിരുന്ന ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇപ്പോൾ 0.06 എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 ക്വാർട്ടറുകളിലും ഏകദേശം 17 മുതൽ 20% വളർച്ച രേഖപ്പെടുത്തിയ കമ്പനിയുടെ വരുമാനം ഈ 4ാം ക്വാർട്ടറിൽ 8.4% ഒന്ന് താഴ്ന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം കയറ്റുമതിയിലുണ്ടായ ഇടിവാണ് ഇതിന് പ്രധാന കാരണം. എങ്കിലും കമ്പനിയുടെ സ്വന്തം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ 9% വളർച്ച നേടിയെന്നത് ശ്രദ്ധേയമാണ്. ഇതിലൊക്കെ ഉപരിയായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വൈവിധ്യവൽക്കരണം എത്രത്തോളം വിജയിക്കുന്നു എന്നതിന്റെ തെളിവാണ് ക്രിയേറ്റീവ് ഉൽപ്പന്നങ്ങളിലും സ്റ്റീൽ ബോട്ട് മേഖലയിലും ഉണ്ടായ വമ്പൻ കുതിപ്പ്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ചില വെല്ലുവിളികൾ കമ്പനി നേരിടുന്നുണ്ട്. നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങളുടെ 35% ക്രൂഡ് ഓയിൽ വിലയെ ആശ്രയിച്ചായതുകൊണ്ട് തന്നെ നിലവിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം അടുത്ത ക്വാർട്ടറിൽ ലാഭവിഹിതത്തിൽ ഏകദേശം 4% വരെ കുറവുണ്ടാക്കിയേക്കാമെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വൽസാഡിലെ പുതിയ പ്ലാന്റ് ഉടൻ പ്രവർത്തന സജ്ജമാകുന്നതും വരും വർഷങ്ങളിൽ ബോട്ടിൽ ക്രിയേറ്റീവ് സെഗ്മെന്റുകളിൽ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്ന 40 മുതൽ 50% വളർച്ചയും കമ്പനിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഡോംസ് പോലെയുള്ള എതിരാളികൾ വലിയ വാല്യുവേഷനിൽ വ്യാപാരം ചെയ്യുമ്പോൾ അതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ, അതായത് അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ഫ്ലെയർ ഓഹരികൾ ലഭ്യമാണ് എന്നത് നിക്ഷേപകർക്ക് നല്ലൊരു അവസരമാണ്. ഈ താൽക്കാലിക വിലക്കയറ്റം ആഗോള പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോൾ 2028 സാമ്പത്തിക വർഷത്തോടെ കമ്പനിയുടെ ലാഭക്ഷമതയും വിപണി മൂല്യവും വലിയ രീതിയിൽ മെച്ചപ്പെടുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. കമ്പനിയുടെ ബിസിനസ്സിലെ ഹൈപ്പ് വിപണിയിൽ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഓഹരി വിപണിയിൽ ലിസ്റ്റിംഗ് ദിനം 500 രൂപ വരെ ഉയർന്ന ഓഹരി പിന്നീട് ആ നിലവാരം മറികടന്നിട്ടില്ല. അതെന്തുകൊണ്ടാവാം? ഒന്നാമത്തെ കാര്യം, IPO സമയത്തുണ്ടായ ആ വലിയ ഹൈപ്പ് തന്നെയാണ്. തുടക്കത്തിൽ എല്ലാവരും ആവേശത്തോടെ ഓഹരികൾ വാങ്ങിക്കൂട്ടിയപ്പോൾ വില 500 രൂപ വരെ പോയി. എന്നാൽ ആ വിലയെ താങ്ങി നിർത്താൻ തക്കവണ്ണമുള്ള ലാഭം അപ്പോൾ ഇല്ലാതിരുന്നതിനാൽ നിക്ഷേപകർ സ്വാഭാവികമായും പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങി. രണ്ടാമതായി, കമ്പനിയുടെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം വരുന്നത് കയറ്റുമതിയിൽ നിന്നാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം അവിടേക്കുള്ള കയറ്റുമതിയിൽ വലിയൊരു ഇടിവുണ്ടായി. ഇതിനോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ വില കൂടിയപ്പോൾ കമ്പനിയുടെ അസംസ്കൃത വസ്തുക്കളുടെ ചിലവ് 13% വർദ്ധിച്ചു. ഇത് കമ്പനിയുടെ ലാഭവിഹിതം കുറയ്ക്കുമെന്ന് കണ്ടപ്പോൾ നിക്ഷേപകർക്ക് ചെറിയൊരു ആശങ്കയുണ്ടായി. കൂടാതെ IPO കഴിഞ്ഞുള്ള ആ ഒരു ലോക്ക് ഇൻ കാലാവധി അവസാനിച്ചതും വിപണിയിലെ ഡിമാൻഡ് മറ്റൊരു വമ്പൻ ബ്രാൻഡായ ഡോംസിലേക്ക് മാറിയതുമൊക്കെ ഈ വിലയിടിവിന് ആക്കം കൂട്ടി. എന്നാൽ 4ാം പാദ ഫലങ്ങൾ വീണ്ടും ഓഹരിയിലുള്ള പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള പ്രഭുദാസ് ലീലാധർ വളർച്ച മുൻനിർത്തി 411 രൂപ എന്ന ലക്ഷ്യവിലയോടെ ഈ ഓഹരിയിൽ ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം എതിരാളിയായ ഡോംസ് വലിയ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഫ്ലെയർ വളരെ ന്യായമായ നിരക്കിലാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരി വിലയിലുണ്ടായ തിരുത്തലിനെ ദീർഘകാല നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച എൻട്രി പോയിന്റായി കാണാവുന്നതാണ് എന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓഹരിയെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ പരിഗണിക്കാൻ സാധിക്കുമോ? താഴെ കമന്റ് ചെയ്യുക. Yeah.